ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ACPയെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. അവരുമായിട്ടൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. ഞാനൊന്ന് നോക്കട്ടെ മാഡം. കഴിയുമെങ്കിൽ ഇവിടെ തന്നെ വേണം മീറ്റിംഗ്. മാഡം, ഏത് കൊടികെട്ടിയ വക്കീല് വന്നാലും അവന്തിക സ്വന്തമാക്കിയതൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല. ആശ്രമത്തില് ധാരാളം പേര് ചികിത്സയ്ക്ക് വരാറുണ്ട്. ചികിത്സ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ അവരുടെ എല്ലാ അസുഖവും മാറും. അത് മാത്രമല്ല, ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച നടക്കാത്തതായി ഒന്നുമില്ല. സച്ചിയെ അവിടെ ചെന്ന് നിന്ന് മനം നൊന്ത് പ്രാർത്ഥിച്ചാ മതി. സച്ചിക്ക് തന്റെ അർച്ചനയെ തിരിച്ചു കിട്ടും. എനിക്കത് ഉറപ്പാ. സച്ചി വരില്ലേ അവിടെ പോയി പ്രാർത്ഥിക്കാൻ? ഉറപ്പായിട്ടും വരും. താൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച എനിക്ക് എന്റെ അർച്ചനയെ തിരിച്ചു കിട്ടുമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഞാനവിടെ വെറുതെ ഇരിക്കാം. വേണമെങ്കിൽ ശയന പ്രദക്ഷിണം നടത്താം. ആ, അവിടെ ശയന പ്രദക്ഷിണമൊന്നുമില്ല. പക്ഷേ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച ഫലം കിട്ടും, ഉറപ്പാ. സച്ചി എഴുതി വെച്ചോ. അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമ്പോ സച്ചിക്ക് അർച്ചനയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടും. എനിക്ക് ഉറപ്പാ. ശരി ശബരീഷ്, അത് ഞാൻ നോക്കിക്കോളാം. ആര്? ACP സാന്ദ്ര തോമസോ? ഞാൻ മാനേജ് ചെയ്തോളാം. ശരി, ഞാൻ വിളിക്കാം. അഡ്വക്കേറ്റ് ശബരീഷാ വിളിച്ചത്. എനിക്കെതിരെ പുതിയൊരു ക്രിമിനൽ കേസ് വന്നിരിക്കുന്നു. ക്രിമിനൽ കേസോ? ആരാ അതിന്റെ പിന്നിൽ? എന്താ പ്രശ്നം? പ്രശ്നം പഴയത് തന്നെ. സിവിൽ കേസിന്റെ കൂടെ ഒരു ക്രിമിനൽ കേസ് കൂടി. സച്ചിയും അഡ്വക്കേറ്റ് ആരതിയും കൂടി സ്വത്ത് തർക്കത്തിൽ പുതിയ പരാതിയുമായി ACP സാന്ദ്ര തോമസിനെ കണ്ടിരുന്നു. ഇപ്പൊ എന്താ ഒരു പുതിയ കേസ്? അതാ വക്കീലിന്റെ ബുദ്ധിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവർ അപകടകാരിയാണെന്ന്. ഈ ACP സാന്ദ്ര തോമസിനെ കുറിച്ച് മൂർത്തി അന്വേഷിച്ചോ? ഞാൻ അന്വേഷിച്ചു. ഒരു തരത്തിലും ആർക്കും വഴങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല അവരെന്നാണ് കേട്ടത്. എന്നുവെച്ചാ അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നാണോ? അങ്ങനെയാ കേട്ടത്. കോട്ടയത്തെ ഏതോ ഒരു വലിയ തറവാട്ടിലെയാ. കൈക്കൂലി മേടിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ലെന്നാ കേട്ടത്. വലിയ ബിൽഡപ്പാണല്ലോ. അത് മാത്രമല്ല മാഡം, ഇന്നുവരെ അവരെ അന്വേഷിച്ച ഒരു കേസും തെളിയിക്കപ്പെടാതിരുന്നിട്ടില്ല. സത്യസന്ധയാണ്, കർക്കശക്കാരിയാണ്. അവരെ വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സമയത്ത് ഒരു ക്രിമിനൽ കേസ് വരുന്നത് നമുക്ക് ദോഷം ചെയ്യും. അഡ്വക്കേറ്റ് ആരതി ഒരു വല്ലാത്ത കളിയാ കളിക്കുന്നത്. അവരിപ്പോ ഏതാണ്ട് മുഴുവൻ സമയവും സച്ചിയുടെ വീട്ടിലാ. ആ കുടുംബമായിട്ട് നല്ല ബന്ധത്തിലാ അവര്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്കെതിരെ എന്ത് കളിയും ആ വക്കീല് കളിക്കും. എന്തായാലും ACP എന്നെ കാണാൻ വരും, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിപ്പിക്കും. രണ്ടായാലും ഉദ്ദേശം ഒന്ന് തന്നെയാ. മൂർത്തി, എന്താ മാഡം? ഇതൊരു നിർണായക ഘട്ടമാ. ഇവിടെ തോറ്റാ ഞാൻ പൂർണ്ണമായും തോറ്റു എന്നാണ് അർത്ഥം. എല്ലാം എനിക്ക് കൈവിട്ടു പോവും. മാഡം എന്താ പറഞ്ഞു വരുന്നത്? ഇതുവരെ ആ കേസ് നമ്മൾ വിചാരിച്ച വഴിക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. കേസ് മാത്രമല്ല മാഡം, അവരുടെ വക്കീലും നമ്മൾ പറഞ്ഞ വഴിക്കാ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളായിട്ടും ആ കേസ് വിധി വരാതിരുന്നത്. പക്ഷെ വക്കീല് മാറിയപ്പോ കേസിന്റെ കളി മാറി. പുതിയ പരാതി വന്നു, അന്വേഷണം വന്നു. അവരുടെ റിപ്പോർട്ട് നമുക്കെതിരായ പിന്നെ അവന്തിക എല്ലാം ഉപേക്ഷിച്ച് കാവ്യെടുത്ത് കാശിക്ക് പോയാ മതി. അതിനെനിക്ക് മനസ്സില്ല മൂർത്തി. ഇതുവരെ ഞാൻ പിടിച്ചെടുത്തൊന്നും നഷ്ടപ്പെടുത്താൻ എനിക്ക് മനസ്സില്ല. ആർക്കൊന്നും തിരിച്ചു കൊടുക്കാനും പോകുന്നില്ല. അങ്ങനെ എന്തേലും ഒരു കോടതി വിധി ഉണ്ടായാ അന്ന് നശിപ്പിക്കും ഞാനെല്ലാം. അപ്പോ വിധി എതിരാകുമെന്നാണോ മാഡം പറഞ്ഞു വരുന്നത്? ആവരുത്. അതിനുവേണ്ടി എന്തേലും ചെയ്തേ പറ്റൂ. ACPയെ നമുക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരണം. അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ അത് ചെയ്തോ. പണം എത്ര വേണേലും ഒഴുക്കാം. ആരുമായിട്ടും സന്ധി ചെയ്യാം. ഏത് കാലും പിടിക്കാം. ആരുടെ മുന്നിലും അഭിനയിക്കാം. പക്ഷേ എന്റെ ലക്ഷ്യം നേടണം. അതിനൊരു വഴിയേ ഉള്ളൂ. ആ ACPയെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം.
അവരുമായിട്ടൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. ഞാനൊന്ന് നോക്കട്ടെ മാഡം. കഴിയുമെങ്കിൽ ഇവിടെ തന്നെ വേണം മീറ്റിംഗ്. മാഡം. ഏത് കൊടികെട്ടിയ വക്കീൽ വന്നാലും അവന്തിക സ്വന്തമാക്കിയതൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല. എത്രയാടോ? 150. അല്ല ബാക്കിയോ? ബാക്കി താ വച്ചോ. ഓ അതിനെ മോളെ അമ്മോ കണ്ടോ, മോൾക്ക് 2-3 ഉടുപ്പുകളും നിനക്ക് 2 സാരിയും വാങ്ങിയിട്ടുണ്ട്. ഓഹോ, അത് ശരി. അപ്പൊ എന്റെ മോതിരം എടുത്ത നീ അല്ലേ? മോതിരോ? ഏത് മോതിരം? ഞാൻ ആരുടെയും മോതിരം ഒന്നും എടുത്തില്ല. സന്ദീപേ, കള്ളം പറയരുത്. പിന്നെ നിനക്ക് ഇതെല്ലാം വാങ്ങാൻ എവിടുന്ന പണം കിട്ടിയ? കയ്യിൽ 5 പൈസ ഇല്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ നീ? എന്റെ കയ്യില് പൈസ ഇല്ലായിരുന്നു എന്നുള്ള സത്യം തന്നെയാ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കടം വാങ്ങിയിട്ടാ ഇതെല്ലാം വാങ്ങിയേ. അയ്യോ, പിന്നെ നിനക്ക് പണം കടം തരാൻ വേണ്ടി കൂട്ടുകാരന്മാരിങ്ങനെ നിരന്ന് നിക്കുവാണല്ലോ. ദേ, നീ വെറുതെ കള്ളം പറയല്ലേ. ഇത് എന്റെ മോതിരം വിറ്റ കാശ് കൊണ്ട് തന്നെ നീ മേടിച്ചതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കണി. മോതിരം അവിടെ എങ്ങാനും കാണും. ഇതൊക്കെ കൊണ്ടുപോയി നീ അകത്ത് വയ്ക്ക. ഇതെല്ലാം കൊണ്ടുപോയി നീ വേറെ വല്ലയിടത്ത് കൊണ്ട് കൊടുക്ക്. എന്നിട്ട് എന്റെ മോതിരം തിരിച്ചു മേടിച്ചു കൊണ്ടുത്താ. എവിടെയാ നീ അത് കൊണ്ടുപോയി വിറ്റത്? മര്യാദയ്ക്ക് നിന്നോട് സത്യം പറയാനാ പറഞ്ഞേ. ഏത് കടയിലാ മോതിരം വിറ്റത്? നിന്നോട് പറഞ്ഞാലും മനസ്സിലാവൂലേ ഞാൻ മോതിരം എടുത്തിട്ടില്ലത്. അല്ല അല്ല അല്ല, നീ തന്നെ എന്റെ മോതിരം എടുത്ത് കൊണ്ടുപോയത്. എന്നിട്ട് കള്ളും കുടിച്ച് കുറച്ച് പന്ന തുണിയും മേടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുക. ആദി, എന്താണ് ഇവിടെ ഒരു ബഹളം? കണ്ടില്ലേ അമ്മേ, മോതിരം മോഷ്ടിച്ചോണ്ട് പോയത് വേറെ ആരും അല്ല. ദേ, അതും കൊണ്ടുപോയി വിറ്റിട്ട് കള്ളും കുടിച്ച് തുണിയും മേടിച്ച് വന്നിരിക്കുക. നീ എന്ത് വൃത്തികേടായി കാണിച്ചേ? പണം ഇല്ലാന്ന് കരുതി അവളുടെ സ്വർണ്ണം മോഷ്ടിക്കാണോ ചെയ്യുന്നത്? വെറുതെ കള്ളനാക്കല്ലേ. ഞാൻ ആരും ഒന്നും എടുത്തിട്ടില്ല. നീ എന്തിനാ കള്ളം പറയുന്നേ? മോതിരം എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് അതങ്ങ് സമ്മതിച്ചേക്ക്. ഞാൻ മോഷ്ടിച്ചെന്ന് പറയാൻ നിങ്ങളാരാ?